രാഹുൽ മാങ്കൂട്ടവും സന്ദീപ് വാര്യരും നടത്തിയിട്ടുള്ള ഈ ഗൂഢാലോചന കേരളീയ പൊതുസമൂഹം തിരിച്ചറിയുകയാണ്, ഈ മണ്ഡലത്തിലെ ജനത തിരിച്ചറിയുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സാധാരണ നിലയിൽ ഒരു RSSന്റെ ശക്തനായിട്ടുള്ള ഒരു വക്താവ് കോൺഗ്രസിൽ പോയാൽ ശക്തമായി RSS പ്രതികരിക്കണം. ഒരക്ഷരം പോലും അവർ പ്രതികരിക്കുന്നില്ല, ശക്തമായ ഭാഷയിൽ പറയുന്നില്ല. ഇത് RSSന്റെ ഒരു വിഭാഗവും രാഹുൽ മാങ്കൂട്ടവും നടത്തിയ ഗൂഢാലോചനയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനുള്ള തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഈ സമസ്തയുടെ പത്രത്തിൽ LDF സന്ദീപ് വാര്യരെ കുറിച്ച് പരസ്യം നൽകിയ തൊട്ടു പിന്നാലെയാണ് ജിഫ്രി കുട്ടിക്കോയ തങ്ങളെ സന്ദീപ് വാര്യർ നേരിട്ട് കണ്ട് അവിടെ ഭരണഘടന പുസ്തകത്തിന്റെ പകർപ്പ് കൈമാറുന്നത്. എങ്ങനെയാണ് നോക്കി കാണുന്നത്? എന്ത് ഭരണഘടന കത്തിച്ച് മനുസ്മൃതിന്റെ ഭരണം വരണമെന്ന് പറഞ്ഞ ആളെടുക്കുക എന്ത് കുന്തവും കൊണ്ടായി പോകുന്നു ജിഫ്രി കുട്ടിക്കോയ തങ്ങളെ പറ്റിക്കാൻ വേണ്ടി. അദ്ദേഹത്തിന് നന്നായിട്ടറിയാം ഈ ഭരണഘടന കത്തിക്കണം. ഈ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഞങ്ങളിത് കത്തിച്ച് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഒരാൾ ഈ ഭരണഘടനയും പൊത്തിപ്പിടിച്ചിട്ട് തങ്ങളെടുക്ക പോയി കഴിഞ്ഞാൽ തങ്ങളങ്ങ് വിശ്വസിക്കുന്ന വിചാരിക്കുന്നത്. സാദിഖലി നമ്മളെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോയല്ലോ സാദിഖലി തങ്ങൾ. എന്നാ പിന്നെ അക്കൂട്ടത്തിൽ ഇതും കണ്ടാൽ പോരായിരുന്നു. അപ്പൊ തിരിച്ചു വന്നതിന് ശേഷം കോൺഗ്രസ്സുകാർ പറഞ്ഞു കൊടുത്ത് പോരാ അതെ, അതുകൊണ്ടെന്താ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും പോണോ? പാണക്കാട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ട് കൊണ്ടോട്ടിയിലേക്ക് വീണ്ടും പോണോ? അങ്ങനെ കാര്യം പോരായിരുന്നോ? അപ്പോ ഇത് വന്നതിന് ശേഷം മനസ്സിലായി ഇതും കൂടി ഒന്ന് കാണണം. ആരെ പറ്റിക്കാനാണ്? ഇത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ്. ഇവരുടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് പ്രകടമാകുമെന്ന്. ഇപ്പൊ പ്രകടമായി കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്ന പരസ്യത്തിന്റെ ഉള്ളടക്കം തെറ്റാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? സാങ്കേതികത്വമല്ലേ? പരാതി അല്ലാതെ കിടക്കട്ടെ, എന്നാൽ സാങ്കേതികത്വമാണല്ലോ. അത് അവർ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കട്ടെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിറാജ് പത്രവും അതുപോലെ തന്നെ സുപ്രഭാതവും സിറാജ് പത്രത്തിലും വന്ന വാർത്ത, അതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ഞാനിപ്പോൾ മോചിതനാണ്. ഇനി ഒരു രൂപത്തിലും ഞാൻ ആ രൂപത്തിലുള്ള പരാമർശം നടത്തില്ല. നടത്തിപ്പോയത് തെറ്റാണ്. എന്തെങ്കിലും പറയണ്ടേ വന്നു കഴിഞ്ഞാൽ? അപ്പൊ ഉള്ളടക്കത്തോട് അദ്ദേഹം യോജിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ അയാളെ അമ്മ മരിച്ച് ഒരു മനുഷ്യനും കാര്യം വരുന്നില്ലല്ലോ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് സാധാരണ നിലയിൽ എന്റെ കണ്ണിൽ തന്നെ വെള്ളം വന്നു. അമ്മ മരിച്ചിട്ട് പോയില്ല. പാവ ഈ ഒരു മനുഷ്യന്റെ അമ്മ മരിച്ചിട്ട് പോകാതിരുന്നത് തെറ്റല്ലേ, പോകേണ്ടതല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ സരിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, അത് സരിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിന്റെ അകത്താണ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞു. വേറൊരു വാചകം ഞാൻ പറഞ്ഞു, സംഘപരിവാറിൽ നിന്ന് രാജിവെച്ച്, ശ്രദ്ധിച്ചോളൂ, RSSൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടിയും ഞങ്ങളുടെ പ്രത്യയശാസ്ത്രവും അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. ഇതാണ് ഞാൻ പറഞ്ഞ വാചകം.